നമ്മൾ പായസത്തിൻ്റെ പരിപാടി തുടങ്ങാൻ പോകട്ടോ. അട മേടിച്ചിട്ടുണ്ട്. അട ചൂടുവെള്ളത്തിലിട്ട് ഇതാക്കണം, എന്നിട്ടാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ ഉരുളിയിൽ ചൂടുവെള്ളം വെച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ 300 ഗ്രാമാണ് അട എടുത്തിരിക്കുന്നത്. കണ്ടോ, അട നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. കണ്ടോ, 15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പശ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അട ഇട്ട് കൊടുക്കണം. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ നളപാചകമാണ് കേട്ടോ. നളപാചകം ഇതാടെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അട നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മിൽമയുടെ പാലാണ് യൂസ് ചെയ്യുന്നത്. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാൽ ഒഴിച്ച് അട ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് തിളച്ചിട്ട്. ഒരു 10 മിനിറ്റ് കഷ്ടി തിളപ്പിച്ചുള്ളൂ. ഇപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. രണ്ട് പാക്കറ്റ് പാലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു സംഭവം ചേർക്കാൻ പോവാണ്. അമൂലിൻ്റെ മിഠായി മേറ്റിട്ടോ, അമൂലിൻ്റെ. ഇത് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഉള്ളതുകൊണ്ട് പായസം കുറച്ചുകൂടെ നമുക്ക് കുറുക്കി കിട്ടും. അപ്പോൾ അത് കാരണമാണ് പാല് വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചേർക്കുവാണ്. ഇപ്പം അമൂൽ മിഠായി മേറ്റ് ചേർക്കുന്ന കാരണം ആകെ നമ്മൾ 5 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. പഞ്ചസാര കുറവാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര വളരെ കുറവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-ാമത്തെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുവാണ്. അമൂൽ മിഠായി മേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. ഇപ്പോൾ പാലിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ കാണണം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ മൊസൈക്ക് പോലെ പൊക്കത്ത് കാണണം അട, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മൾ കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പാലടയ്ക്ക്. അപ്പോൾ നമ്മുടെ പാലടയ്ക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 സ്പൂൺ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.